എല്ലാവർക്കും നമസ്കാരം. ഹരേ കൃഷ്ണ. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു നാരായണീയത്തിലെ 1-2 ശ്ലോകങ്ങൾ എനിക്കിഷ്ടപ്പെട്ട ദശകം 1-ലെ ശ്ലോകങ്ങൾ വായിച്ചിരുന്നു. രണ്ട് ശ്ലോകങ്ങളാണ് വായിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം രണ്ടാമത്തെ ദശകം 2-ലെ ഒരു 1, 2, 3 ശ്ലോകങ്ങൾ ഇന്ന് അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഇഷ്ടപ്പെട്ട 3 ശ്ലോകങ്ങളാണത്. നല്ല രസമാണ് അതൊക്കെ വായിക്കാൻ, അതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കാൻ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അപ്പം ഇന്നത്തെ ദശകം 2-ലെ 3 ശ്ലോകങ്ങൾ ഞാൻ വായിക്കുകയാണ്. അപ്പം അതിൻ്റെ അർത്ഥവും പറയുന്നുണ്ട്. ഭഗവത് സ്വരൂപ വർണ്ണനം. സൂര്യസ്പർധി കിരീടമൂർധ്വതിലക പ്രോത്ഭാസി ഫാലാന്തരം കാരുണ്യാകുലനേത്രമാർദ്രഹസിതോല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യന്മകരാഭകുണ്ഠലയുഗം കണ്ഠോജ്ജലകൗസ്തുഭം ത്വദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം ഭജേ. വളരെ മനോഹരമായിട്ടുള്ള ലൈനാണ്. അതിൻ്റെ അർത്ഥം അത് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് വളരെ ഭയങ്കരമായിട്ട് ആകർഷണം തോന്നുന്ന ഭഗവത് സ്വരൂപ വർണ്ണനയാണത്. നല്ല രസമാണ് അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ. അതായത് സൂര്യനോട് മത്സരിക്കുന്ന ശോഭയാർന്ന കിരീടം, ഗോപിക്കുറിയാൽ പ്രശോഭിതമായ നെറ്റിത്തടം, ദയാപരവശ്യമാർന്ന കണ്ണുകൾ, ദയാപരവശ്യമാർന്ന കണ്ണുകൾ, ആർദ്രമായ പുഞ്ചിരിയുടെ പ്രകാശം, മനോഹരമായ മൂക്ക്, കവിൾത്തടങ്ങളിൽ പ്രതിഫലിച്ച് തിളങ്ങുന്ന മകര മത്സ്യാകൃതിയിലുള്ള കുണ്ഡലങ്ങൾ. ഈ മകര മത്സ്യാകൃതിയിലുള്ള കുണ്ഡലങ്ങളാണ് ഭഗവാന്റെ 2 കാതിലും കാണുന്നത്. കുണ്ഡലങ്ങൾ, 2 കാതിലും ഇട്ടിരിക്കുന്ന മകരകുണ്ഡലങ്ങൾ, മകര മത്സ്യത്തിൻ്റെ ആകൃതിയിലുള്ളതാണ് ഈ മകര മത്സ്യാകൃതിയിലുള്ള കുണ്ഡലങ്ങൾ കാതിൽ കാണുന്നത്. കഴുത്തിൽ ശോഭയാർന്ന കൗസ്തുഭരത്നം, വളരെ മനോഹരമായ ഭഗവാന്റെ കഴുത്തിൽ ഉള്ള ആഭരണത്തിനാണ് കൗസ്തുഭം. കഴുത്തിൽ ശോഭയാർന്ന കൗസ്തുഭരത്നം തിളങ്ങുന്നത്. വനമാല, ഭഗവാന്റെ കഴുത്തിൽ എപ്പോഴും കാണുന്ന വനമാല, നല്ല ഭംഗിയിലുള്ള വനമാല. വൃന്ദാവനത്തിലെ ഗോപികമാർ ഭഗവാനെ എന്നും വനമാല ചാർത്തുമായിരുന്നല്ലോ. അവിടെ വൃന്ദാവനത്തിലെ പൂക്കളെല്ലാം കൂടി കോർത്തിട്ടായിരുന്നു ആ വനമാല ഭഗവാന്റെ കഴുത്തിൽ ഗോപികമാർ ചാർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കഴുത്തിൽ ശോഭയാർന്ന കൗസ്തുഭരത്നം, വനമാല, അതുകൂടാതെ പലതരത്തിലുള്ള മുത്തുമാലകൾ, തിളങ്ങുന്ന മുത്തുമാലകൾ, ശ്രീവത്സം എന്നിവകളാൽ പ്രകാശോജ്വലമായ അവിടുത്തെ രൂപത്തെ അടിയൻ ഭജിക്കുന്നു. ഇതാണ് ഭട്ടതിരിപ്പാട് പറഞ്ഞിരിക്കുന്നത്. ആ സ്വരൂപം, ഭഗവാന്റെ മനോഹരമായ ആ സ്വരൂപമാണ് ഇവിടെ വർണ്ണിക്കുന്നത്. അതായത് സൂര്യനേക്കാൾ ശോഭയാർന്ന കിരീടം, ഗോപിക്കുറിയാൽ പ്രചോദിതമായ നെറ്റിത്തടം, ഭഗവാന്റെ നെറ്റിയിലുള്ള ഗോപിക്കുറി, നല്ല ഭംഗിയാർന്ന ഗോപിക്കുറി, ദയാപരവശ്യമാർന്ന കണ്ണുകൾ, ആർദ്രമായ പുഞ്ചിരിയുടെ പ്രകാശം, മനോഹരമായ മൂക്ക്, കവിൾത്തടങ്ങളിൽ പ്രതിഫലിച്ച് തിളങ്ങുന്ന മകരകുണ്ഡലങ്ങളിൽ നിന്ന് വരുന്ന ശോഭ 2 കവിളിലും ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്നു. കൗസ്തുഭം, വനമാല, മുത്തുമാലകൾ, പിന്നെ ശ്രീവത്സം, ഭഗവാന്റെ നെഞ്ചിലുള്ള ആ ഒരു മറുക്, അതാണ് ശ്രീവത്സം. ഭൃഗുമനിയുടെ ചവിട്ടേറ്റപ്പോൾ വന്ന ഒരു ഇതാണ് ശ്രീവത്സം മറുകെന്ന് പുരാണങ്ങളിലൊക്കെ പറയുന്നുണ്ട്. ശ്രീവത്സം എന്നിവകളാൽ പ്രകാശോജിതമായ അവിടുത്തെ സ്വരൂപത്തെ അടിയൻ ധ്യാനിക്കുന്നു. ഇതാണ് ദശകം 2-ലെ 1-മത്തത്. 2-മത്തെ ശ്ലോകം നമുക്കൊന്ന് കണ്ടാലോ. കേയൂരാംഗത കങ്കണോത്തമ മഹാരത്നാങ്കുലിയാങ്കിത ശ്രീമദ് ബാഹു ചതുഷ്കസംഗത ഗദാശങ്കാരി പങ്കീരുഹാം കാഞ്ചിത് കാഞ്ചന കാഞ്ചിലാഞ്ചിതല സത്പീതാംബരാലംബിനീയാലംബി വിമലാംബുജതുതിപദാം മൂർത്തിം തവാർത്തിച്ചിതം. അതായത് തോൾവലകൾ, കൈത്തണ്ടവളകൾ, കൈവളകൾ, ശ്രേഷ്ഠ രത്നങ്ങൾ പതിപ്പിച്ച മോതിരങ്ങൾ എന്നിവയാൽ അലങ്കരിക്കപ്പെട്ട 4 തൃക്കൈകളിൽ ചേർന്നിരിക്കുന്ന ഗദ, ശംഖ്, ചക്രം, താമര എന്നിവയോട് കൂടിയതും പൊന്നരഞ്ഞാണത്താൽ അടയാളപ്പെടുത്തപ്പെട്ട മഞ്ഞ പട്ടുടയാട് അണിഞ്ഞിട്ടുള്ളതും നിർമ്മലമായ താമരപ്പൂവിൻ്റെ ശോഭയാർന്ന പാദങ്ങളോട് കൂടിയതും ഭക്തജനങ്ങളുടെ ദുഃഖത്തെ ഇല്ലാതാക്കുന്നതും വർണ്ണനാതീതവുമായ അവിടുത്തെ രൂപത്തെ അടിയൻ ആശ്രയിക്കുന്നു. അതായത് ഭഗവാന്റെ
തോൾ വളകളുണ്ട്, കൈവളകളുണ്ട്, കൈത്തണ്ടയിൽ വളകളുണ്ട്, ശ്രേഷ്ഠമായ മനോഹരമായ രത്നങ്ങൾ പതിപ്പിച്ച മോതിരങ്ങൾ, ഇതെല്ലാം. പിന്നെ 4 തൃക്കൈയിൽ ഉള്ള ഗദ, ശംഖ്, ചക്രം, താമര. ഭഗവാന്റെ സാക്ഷാൽ വൈകുണ്ഠവാസിയായ വിഷ്ണു ഭഗവാന്റെ രൂപം നമുക്ക് 4 തൃക്കൈകൾ, അതായത് ഗദ, ശംഖ്, ചക്രം, താമര എന്നിവയോട് കൂടിയാണ് നമ്മൾ മനസ്സിൽ ധ്യാനിക്കുന്നത്. ഇപ്പോൾ മഞ്ഞപ്പട്ട്, പൊന്നരഞ്ഞാണത്താൽ അടയാളപ്പെട്ട പിന്നെ മഞ്ഞപ്പട്ടുടയാട് അണിഞ്ഞിട്ടുള്ളതും താമരപ്പൂവിൻ്റെ ശോഭയാർന്ന പാദങ്ങളോട് കൂടിയതും ഭക്തജനങ്ങളുടെ എല്ലാ സർവ്വവിധ ദുഃഖത്തെയും ഇല്ലാതാക്കുന്നതും വർണ്ണനാതീതവുമായ ആ രൂപത്തെ അടിയൻ ആശ്രയിക്കുന്നു. ഇതാണ് 2ാമത്തെ ശ്ലോകം. 3ാമത്തെ ഒരു ശ്ലോകം കൂടിയുണ്ട്. യത്രൈലോക്യമഹീയസോ അഭിമഹിതം സമ്മോഹനം മോഹനാത് കാന്തം കാന്തി നിദാനതോപി മധുരം മാധുര്യദുര്യാദപി സൗന്ദര്യോത്തരതോ അഭിസുന്ദരതരം ത്വദ്രൂപം ആശ്ചര്യത്തോപി ആശ്ചര്യം ഭുവനേനകസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ. ഭഗവാന്റെ ആ സൗന്ദര്യം, സർവശക്തനും സർവവ്യാപിയുമായ ഭഗവാനെ, ഏതൊന്നാണോ 3 ലോകത്തിലും മഹത്വമുള്ളവയേക്കാൾ മഹത്വം, മോഹനമായിട്ടുള്ളതിനേക്കാൾ മോഹനവും, കാന്തിക്ക് ഇരിപ്പിടമായതിനേക്കാൾ കാന്തിയുള്ളതും, മാധുര്യമേറിയതിനേക്കാൾ മധുരതരവും, സൗന്ദര്യം കൊണ്ട് സർവതോത്തമമായതിനേക്കാൾ സുന്ദരവും, ആശ്ചര്യകരമായതിനേക്കാൾ ആശ്ചര്യവും ആയിരിക്കുന്നത്. അങ്ങനെയുള്ള അവിടുത്തെ ആ രൂപം ഈ ലോകത്തിൽ ആർക്കാണ് കൗതുകം നൽകാത്തത്? അതായത് സർവശ്രേഷ്ഠനായ ആ ഭഗവാന്റെ ആ സ്വരൂപം, ഇത്ര മനോഹരമായ ഒരു രൂപവും ഈ ലോകത്ത് ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകത്തുമില്ല. ഇത്രയ്ക്കും മനോഹരമായിട്ടുള്ള രൂപമാണ് ഭഗവാന്റേത്. സൗന്ദര്യോത്തരതോ അഭിസുന്ദരതരം ത്വദ്രൂപം ആശ്ചര്യത്തോപി ആശ്ചര്യം ഭുവനേനകസ്യ കുതുകം പുഷ്ണാതി വിഷ്ണു വിഭോ. ഒരു സ്ഥലത്തും അന്വേഷിച്ചാലും നമുക്ക് ഇത്രയും മനോഹരമായ ഒരു സ്വരൂപത്തെ കണ്ടെത്താൻ സാധിക്കത്തില്ലെന്നാണ് ഭഗവാൻ. ഏതൊന്നാണോ 3 ലോകത്തിലും മഹത്വമുള്ളവയേക്കാൾ മഹത്വം, മോഹനമായിട്ടുള്ളതിനേക്കാൾ മോഹനവും, കാന്തിക്ക് ഇരിപ്പിടമായതിനേക്കാൾ കാന്തിയുള്ളതും, മാധുര്യമേറിയതിനേക്കാൾ മധുരതരവും, സൗന്ദര്യം കൊണ്ട് സർവോത്തമമായതിനേക്കാൾ സുന്ദരവും, ആശ്ചര്യകരമായതിനേക്കാൾ ആശ്ചര്യവുമായിരിക്കുന്നത്. അങ്ങനെയുള്ള അവിടുത്തെ ആ സ്വരൂപം ഈ ലോകത്തിൽ ആർക്കാണ് കൗതുകം വർദ്ധിപ്പിക്കാത്തത്? ഭഗവാന്റെ സ്വരൂപത്തെയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്, ഭഗവത് സ്വരൂപ വർണ്ണനം. ഇത് ഈ 3 ശ്ലോകങ്ങളും അതിമനോഹരമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാൽ ഏതൊരു ഭഗവാനോട് ഇഷ്ടമുള്ള ആളുടെയും ഭക്തി ഉള്ള ആൾക്കാർക്കും ആ ഭക്തി വർദ്ധിപ്പിക്കത്തക്ക രീതിയിലുള്ള ഒരു ഭാവനയാണിത്. അതിമനോഹരമായിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഇന്ന് നമ്മൾ 3 ശ്ലോകങ്ങൾ പറഞ്ഞിരിക്കുന്നു. സർവം കൃഷ്ണ അർപ്പണമസ്തു. ഭഗവാനേ ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവം കൃഷ്ണാർപ്പണമസ്തു.